നമസ്കാരം. ദേശീയ രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തിന് കനത്ത തിരിച്ചടിയും പ്രതിപക്ഷത്തിന് വലിയ ആവേശവും പകർന്നു നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നിയമപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് വലിയൊരു തടയിടലാണ് സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വി.ഡി. സവർക്കർക്കെതിരെ വിവാദ പരാമർശം നടത്തിയെന്ന പേരിൽ ഉത്തർപ്രദേശിലെ ലക്നൗ കോടതി അയച്ച സമൻസും തുടർന്നുള്ള വിചാരണ നടപടികളുമൊക്കെ തന്നെ പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ടാണ് പരമോന്നത കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൻ്റെ നിയമപരമായിട്ടുള്ള അടിത്തറ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഒരു സുപ്രധാന വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാത്ത കേസുകളിലൊക്കെ തന്നെ കുടുക്കി നിശബ്ദരാക്കാനായിട്ട് ശ്രമിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിൻ്റെ വിനാശകരമായിട്ടുള്ള തന്ത്രങ്ങൾക്കേറ്റ വലിയൊരു വമ്പൻ പ്രഹരമായാണ് പ്രതിപക്ഷം ഈ ഒരു സുപ്രീം കോടതി വിധിയെ നോക്കിക്കാണുന്നത്. ഈ കേസിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ തന്നെ 2022 നവംബറിൽ നടന്ന ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഭാരത് ജോഡോ യാത്രക്കിടയിലാണ് ഈ സംഭവങ്ങളുടെയൊക്കെ തന്നെ തുടക്കമെന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ റാലിക്കിടെ സവർക്കർ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മാപ്പപേക്ഷ നൽകിയിരുന്നു എന്ന തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചു. എന്നാൽ ഇതിനെതിരെ രാഷ്ട്രീയമായി രംഗത്തെത്തിയ BJP കേന്ദ്രങ്ങളൊക്കെ തന്നെ ലക്നൗ സ്വദേശിയായിട്ടുള്ള ഒരു അഭിഭാഷകനെ ഉപയോഗിച്ച് രാഹുലിനെതിരെ ക്രിമിനൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് കീഴ്ക്കോടതി നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും രാഹുലിനെ സമൻസ് അയക്കുകയും ചെയ്തു. ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അവർ കേസിൽ ഇടപെടാനായിട്ട് വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. തുടർന്നാണ് രാഹുൽ ഗാന്ധി നീതി തേടി രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമുള്ള സുപ്രീം കോടതിയുടെ വാതിലുകളിൽ മുട്ടിയത്. ഹർജി വിശദമായിട്ട് പരിശോധിച്ച സുപ്രീം കോടതിയാകട്ടെ ഏതൊരു പൗരനെതിരെയും ഇത്തരം ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാന നിയമ നടപടികളൊക്കെ തന്നെ ഈ കേസിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമായി കണ്ടെത്തുകയായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമായ ഔദ്യോഗിക അനുമതി അഥവാ പ്രോസിക്യൂഷൻ സാങ്ഷൻ ഇല്ലാതെയാണ് ഈ ഒരു കേസ് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ് അപ്പാടെ റദ്ദാക്കാൻ ബെഞ്ച് ഉത്തരവിട്ടത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും വൈരാഗ്യം തീർക്കാനും കോടതികളെ ഉപകരണമാക്കാൻ അനുവദിക്കില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ഈ ഒരു നിർണായക വിധിയിലൂടെ സുപ്രീം കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് വെറും ഒരു സാങ്കേതിക വിധി മാത്രമല്ല, മറിച്ച് ജനാധിപത്യപരമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേൽ ഭരണകൂടം നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കെതിരെയുള്ള അതിശക്തമായിട്ടുള്ള താക്കീത് കൂടിയാണ്. രാഹുൽ ഗാന്ധിയെ കേസിൻ്റെ പേരിൽ സമ്മർദ്ദത്തിലാക്കാനും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇല്ലാതാക്കാനും കേന്ദ്ര ഭരണകൂടം ശ്രമിക്കുന്നത് ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല. ഇതിനു മുൻപ് സമാനമായ രീതിയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിനെതിരെ കേസുകൾ പടച്ചുവിട്ടിരുന്നു. 2019 കോലാർ പ്രസംഗത്തിൻ്റെ പേരിൽ സൂററ്റ് കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചതും അതിന് പിന്നാലെ മിന്നൽ വേഗത്തിൽ രാഹുലിൻ്റെ പാർലമെൻറ്റ് അംഗത്വം റദ്ദാക്കിയതുമൊക്കെ തന്നെ രാജ്യം കണ്ടതാണ്. വയനാട് MP സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യപ്പെടുകയും വസതിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് നോട്ടീസ് ലഭിക്കുകയും ചെയ്ത ആ കറുത്ത നാളുകളിലും രാഹുൽ ഗാന്ധി ധീരമായിട്ട് പോരാടുകയാണ് ചെയ്തത്. തൻ്റെ വീട് തട്ടിയെടുക്കാം, പക്ഷേ തൻ്റെ ശബ്ദം അടപ്പിക്കാനായിട്ട് ആകില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാട്. അന്നും സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ശിക്ഷാവിധി സ്റ്റേ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം തിരികെ നൽകുകയും ചെയ്തിരുന്നു. തനിക്കെതിരെ ഉയരുന്ന ഈ നിരന്തര വേട്ടയാടലുകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് രാഹുൽ ഗാന്ധി നേരിടുന്നത്. ഭരണകൂടത്തിൻ്റെ വിരോധം മൂലം തനിക്കെതിരെ ചുമത്തപ്പെടുന്ന ഓരോ കേസുകളും സത്യത്തിന് വേണ്ടിയിട്ട് പോരാടിയതിന് ലഭിക്കുന്ന മെഡലുകളാണെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. സുൽത്താൻപൂരിലും RSS നൽകിയ കേസുകളിൽ മഹാരാഷ്ട്രയിലും തുടങ്ങി അടുത്തിടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് സ്വത്തുക്കളെക്കുറിച്ചും അന്വേഷണം നടത്തിക്കാനുള്ള നീക്കങ്ങൾ വരെ ഇതിൻ്റെ ഭാഗമായിട്ട് അരങ്ങേറുകയുണ്ടായി. രാജ്യത്തുടനീളം കേസുകളൊക്കെ തന്നെ ഫയൽ ചെയ്ത് തന്നെ കോടതി കയറ്റി ഇറക്കി തളർത്താമെന്നാണ് ഭരണകൂടം കരുതുന്നതെങ്കിൽ അത് നടപ്പില്ലെന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. സത്യത്തിനും ഭരണഘടനയ്ക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നിന്നും തന്നെ പിന്നോട്ടടിക്കാനായിട്ട് ഇത്തരം ഒരു കേസുകൾക്കും കഴിയില്ലെന്ന് അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ ഇവിടെ തെളിയിക്കുകയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും മണിപ്പൂർ മുതൽ മുംബൈ വരെയും സാധാരണ ജനങ്ങൾക്കിടയിലൂടെ നടന്ന് അവരുടെ യഥാർത്ഥ ആശങ്കകൾ മനസ്സിലാക്കിയ നേതാവാണ് രാഹുൽ ഗാന്ധി. പാർലമെൻറ്റിനകത്തും പുറത്തും ഭരണകൂട അനീതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നതിനാലാണ് BJP അദ്ദേഹത്തെ ഇത്രയധികം ഭയപ്പെടുന്നതെന്നും ഇവിടെ വ്യക്തമാണ്. ഓരോ തവണയും അദ്ദേഹത്തെ വേട്ടയാടാനായിട്ട് പുതിയ തന്ത്രങ്ങളുമായിട്ട് ഭരണപക്ഷം വരുമ്പോൾ അതിനെയെല്ലാം തന്നെ നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും അതിജീവിച്ച് അദ്ദേഹം കൂടുതൽ ശക്തനായിട്ട് ഉയർന്നു വരുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. സവർക്കർ കേസ് പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഈ നിർണായക ഉത്തരവ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വലിയ രീതിയിലുള്ള പുതിയ ഊർജ്ജവും ബലവുമാണ് ഇവിടെ നൽകുന്നത്.